ഹിമാചലിൽ കോളേജിലേക്ക് പോകും വഴി ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതിയെ പോലീസ് പിടികൂടിയെങ്കിലും അവശേഷിക്കുന്ന ചോദ്യം എന്തെന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ എന്തിനായിരിക്കും ആ കൊലപാതകം അയാൾ ചെയ്തതെന്നതാണ്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത്. സർക്കാഘട്ടിനടുത്തുള്ള നൈൻ ഗ്രാമത്തിൽ താമസിക്കുന്ന സിയ ഗുലേരിയ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഗോപാൽപൂർ പട്ടണത്തിൽ നിന്നും രാവിലെ 9:30 കോളേജിലേക്ക് പോവുകയായിരുന്നു ഈ പെൺകുട്ടി. പെട്ടെന്നായിരുന്നു ബൈക്കിലെത്തിയ ആക്രമി പെൺകുട്ടിയെ ആക്രമിച്ചത്. എന്തിനാണ് തന്നെ ആക്രമിക്കുന്നതെന്നോ അയാൾ ആരാണെന്ന് മനസ്സിലാക്കുന്നതിനോ മുൻപേ തന്നെ ആക്രമി പെൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അയാൾ ആ പെൺകുട്ടിയുടെ കഴുത്തറുത്തതിന് പിന്നാലെ കഴുത്തിലും കൈയിലും ആഞ്ഞു കുത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്തിനായിരിക്കും അയാൾ ആ കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക? അതും വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോട് വൈരാഗ്യം തോന്നാനും മാത്രം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പെൺകുട്ടിയോട് പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ഉണ്ടായിരുന്നിരിക്കുമോ എന്നതൊക്കെ ഇപ്പോൾ ഒരു സംശയമായി അവിടെ നിലനിൽക്കുകയാണ്. സംഭവത്തിൽ പോലീസിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. जिस पर पुलिस थाना सरकाघाट में हत्या का मुकदमा दर्ज किया गया है। मुकदमा 55/2026 दिनांक 13/4/2026 को धारा 103(1) के तहत दर्ज किया गया है। मौका पर पहुंचकर सबसे पहले जो है मौका को सुरक्षित रखा गया जब तक वहां पर स्टेट एफएसएल की टीम ना पहुंच जाए। जैसे ही स्टेट एफएसएल की टीम मौका पर पहुंची उन्होंने वहां से जो है साक्ष्य एकत्रित किए। मृतका के शरीर पर काफी चोटों के निशान पाए गए। मृतका का शरीर का निरीक्षण करने के बाद जो है शव को पोस्टमार्टम हेतु नेर चौक मेडिकल कॉलेज भेजा गया है। इस सिलसिले में पुलिस ने अभी तक एक विकास नामक व्यक्ति को गिरफ्तार किया है, जिससे कड़ाई से पूछताछ हमारी चली हुई है। आगे आने वाले दिनों में इस अक्यूज को सक्षम न्यायालय में पेश करने के बाद इसका पुलिस रिमांड हासिल किया जाएगा। സംഭവം നടന്നതിന് പിന്നാലെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും പെൺകുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സമീപത്തെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് പിന്നാലെ തന്നെ അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. പെൺകുട്ടി മരണപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി പിടിക്കപ്പെട്ടെങ്കിലും എന്തിനു വേണ്ടി അയാൾ പെൺകുട്ടിയെ കൊന്നു എന്നതിന് ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ സർക്കാരിനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. लोगों की रूह कांप गई जब लोगों को ये सुनने में आया कि इस तरीके की घटना को किसी ने अंजाम दिया। एक निर्दोष लड़की, एक भोली भाली बच्ची का जो है ब्रूटल मर्डर हुआ है और ये पूरी की पूरी जो हमारी व्यवस्था है उसको कटघरे में खड़ा करने वाली बात है। जिस तरीके से अपराधी सिर उठा रहे हैं और कानून व्यवस्था जो है असहाय नजर आ रही है, यह अपने आप में एक सोचने वाली बात है, एक चिंता करने वाली बात है। और जिस तरीके से नशा और ये चिट्टा और दूसरी तमाम कुरीतियां जो हैं, गलत आदतें जो हैं, प्रवृत्तियां जो हैं वो बढ़ रही हैं, इसका ये अंजाम आज हम पूरा समाज भुगत रहे हैं। तो मैं तो इतना ही बोलना चाहता हूँ कि इस बच्ची के परिवारजनों के साथ न्याय हो, दोषियों को कड़ी से कड़ी सजा जो है वो दी जाए। അതോടൊപ്പം തന്നെ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജയറാം താക്കൂർ അടക്കം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മറ്റ് അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.